നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അസത്യങ്ങളെ പേടിക്കരുത്, ആരോപണങ്ങളിൽ തലകുനിക്കരുത്, മറുപടി പറഞ്ഞ് കരയുകയുമരുത്. കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് കേട്ടുകേഴ്വിയല്ല, നമ്മുടെ ബോധ്യങ്ങളാണ്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ബോധ്യങ്ങൾ. ഞാനിതിവിടെ പറയാൻ കാരണം സംസ്ഥാന അവാർഡ് നിർണയത്തിനെതിരെ ബാലതാരമായ ദേവനന്ദ നടത്തിയ പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും അവാർഡ് നിർണയത്തിൽ അപാകതകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും വേണ്ടിയാണ്. അതൊക്കെയാകട്ടെ ഈ എപ്പിസോഡ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനെതിരെ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം മുതിർന്ന താരങ്ങൾ മാത്രമല്ല, ബാലതാരങ്ങൾ വരെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തി എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൊച്ചു ബാലനടി കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്. ആ കൊച്ചു പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ശബ്ദമുയർത്തിയത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല, തനിക്ക് പിന്നാലെ സിനിമയിലേക്ക് കടന്നു വരുന്ന മറ്റു കുരുന്നുകൾക്ക് വേണ്ടി കൂടിയാണ്. മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന ദേവനന്ദ എന്ന മിടുക്കിയായ ബാലനടിയാണ് പരാതിയും പരിഭവവും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇപ്രാവശ്യത്തെ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൽ നിന്നും കുട്ടികളുടെ സിനിമ ഉൾപ്പെടെ ബാലതാരങ്ങളെ അപ്പാടെ അവഗണിച്ചു, അവർക്ക് നേരെ കണ്ണടച്ചു. ദേവനന്ദയുടെ പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നത്, നിങ്ങൾ കുട്ടികളുടെ നേരെ കണ്ണടച്ചോളൂ, പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് കരുതരുത്. കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഇനി വരുന്ന തലമുറയ്ക്ക് നേരെയാണ് 2024 മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, ഫിനിക്സ്, ARM തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതിരുന്നത് കൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കേണ്ടത്. 2 കുട്ടികൾക്ക് അത് നൽകിയിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജമായി മാറിയേനെ. കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടണമെന്നും അവരും സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങളെ കാണാതെ പോയതിൽ കടുത്ത അമർഷമുണ്ട്. എല്ലാ മാധ്യമങ്ങളും സിനിമാ പ്രവർത്തകരും പൊതുജനങ്ങളും ഇതും ചർച്ച ചെയ്യണം. അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണം. ഇത്രയുമാണ് ദേവനന്ദ കുറിച്ചത്. എത്ര ശക്തമായ പ്രതിഷേധത്തിന്റെ വാക്കുകൾ! ഈ തലമുറയിലെ കൊച്ചു കുട്ടികൾ പോലും അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തുടങ്ങിയിരിക്കുന്നു. ബാലതാരങ്ങളെ കൂടി അവാർഡിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം ആദ്യമായാണ് ബാലതാരങ്ങളെ അവാർഡിൽ നിന്നും ഒഴിവാക്കുന്നത്. ബാലതാരങ്ങളെ മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ചിത്രങ്ങളെയും അപ്പാടെ ഒഴിവാക്കി. യാതൊരു തരത്തിലും ഈ പ്രവണതയെ ന്യായീകരിക്കാവുന്നതോ അംഗീകരിക്കാവുന്നതോ അല്ല. ഈ അനീതിക്കെതിരെ ശബ്ദിച്ച ആ കുഞ്ഞിന് കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. ചില സൈബർ പോരാളികൾ പറയുന്നു, നീ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയരുത്, നീ എവിടത്തെ നടിയാണ്, നീ സംഗിയാണ്, മങ്കിയാണ്. നേരത്തെയും ഒരുപാട് കുട്ടികൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവർക്കാർക്കും ഇല്ലാത്ത പരാതിയാണോ നിനക്ക്? നീ എവിടത്തെ താരമാണ്, നിനക്ക് അഭിനയിക്കാൻ അറിയാമോ എന്ന് തുടങ്ങി അതിന്റെ മാതാവിനെയും പിതാവിനെയും ഒക്കെ തെറി പറയുകയാണ് ഇക്കൂട്ടർ. ബേബി സുമതിയെയും ബേബി ശാലിനിയെയും പോലെ തന്നെ നന്നായി അഭിനയിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് ദേവനന്ദയും. ഈ കുട്ടി പ്രധാന കഥാപാത്രമായി വന്ന മാളികപ്പുറം എന്ന ചിത്രം റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമയാണ്. വളർന്നു വരുന്ന മിടുക്കിയായ ഈ കൊച്ചു കലാകാരിയെ മുളയിലെ നുള്ളിക്കളയാനുള്ള വ്യഗ്രത ചിലർ കാണിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുകയാണ്. ബാലതാരങ്ങളുടെ കാര്യത്തിൽ കർക്കശമായ നിലപാടുകൾ എടുക്കാതെ കുറച്ച് വിട്ടുവീഴ്ചകൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിരുന്നു. രാജീവ് കുമാർ അക്കാദമി ചെയർമാൻ ആയിരുന്ന കാലത്ത് ഞാനും ജൂറി അംഗമായി ഇരുന്നിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദികളിൽ ഞാൻ നിരവധി തവണ വിധികർത്താവായി ഇരുന്നിട്ടുമുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ജൂറിമാർ കാണിച്ചത് ശുദ്ധ അസംബന്ധം എന്നല്ലാതെ എന്താ പറയുക? പുരസ്കാര നിർണയത്തിനെതിരെയും ഗവൺമെന്റിനെതിരെയും രൂക്ഷ വിമർശനവുമായി എഴുത്തുകാരിയും സ്ത്രീപക്ഷവാദിയുമായ ദീദി ദാമോദരൻ രംഗത്ത് വരികയുണ്ടായി. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന് നൽകിയതിനെതിരെയാണ് അവർ പ്രതികരിച്ചത്. വേടന്റെ പാട്ടിനോടോ വരികളോടോ അവർക്ക് യാതൊരു എതിർപ്പുമില്ല. അവർക്കുള്ള എതിർപ്പ് എന്താണെന്ന് വെച്ചാൽ, വേടനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ മുറിവിൽ നിന്നൊഴുകുന്ന ചോരയിൽ പുരസ്കാരം ഒരു അന്യായമാണ്. ഒരു വാഴ്ത്തുപാട്ടിനും ആ പാതകം മറയ്ക്കാനാവില്ല. പീഡനക്കാരെ സംരക്ഷിക്കില്ല എന്ന് സിനിമാ കോൺക്ലേവിൽ സർക്കാർ നൽകിയ ഉറപ്പ് വെറും പാഴ്വാക്കായി. കോടതിയിൽ പോയാൽ പോലും
റദ്ദാക്കാനാകാത്ത തീരുമാനം. ചരിത്രത്തിൽ എഴുതി ചേർത്തതിന് ഫിലിം ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണെന്നും ദീദി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻപ് വേടൻ അനുകൂലമായി 2 വീഡിയോകൾ ഞാനും ചെയ്തിട്ടുണ്ട്. രണ്ടിലും വേടന്റെ കഴിവുകളെ, അദ്ദേഹം പാട്ടിലൂടെ ഉയർത്തിക്കാണിക്കുന്ന ആശയങ്ങളെ ഞാൻ അങ്ങേയറ്റം പുകഴ്ത്തിയിരുന്നു, പ്രകീർത്തിച്ചിരുന്നു. ഇന്നും ആ അഭിപ്രായത്തിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ അയാൾക്ക് ലഭിച്ച പുരസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ദീദി ദാമോദരന്റെ പക്ഷമാണ്. 100% ഞാൻ അവരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. മുൻകാലങ്ങളിൽ സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അവാർഡുകളിൽ നിന്നും പലരെയും ഒഴിവാക്കിയിട്ടുണ്ട്. പീഡന കേസിൽ പ്രതിയായ വ്യക്തിയെ മാത്രമല്ല, അയാൾ നിർമ്മിച്ച ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളെയും അണിയറ പ്രവർത്തകരെയും, എന്തിനധികം ആ സിനിമയെ ഒന്നാകെ അവാർഡിൽ നിന്ന് ഒഴിവാക്കിയ ചരിത്രവുമുണ്ട്. 2021 ഹോം എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയ് ബാബു ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായതിന്റെ പേരിൽ ആ ചിത്രത്തിൽ അഭിനയിച്ച ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും അവാർഡ് നിഷേധിച്ചതിന്റെ വേദന അവർ തന്നെ നമ്മോട് പങ്കുവച്ചിരുന്നല്ലോ. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജഗതി ശ്രീകുമാറിനെ ആദരിക്കുന്ന ചടങ്ങിൽ ജഗതിയെ പൊന്നാട അണിയിക്കേണ്ടത് VS ആയിരുന്നു. ആ വേദിയിൽ വെച്ച് VS അറിയുന്നു ജഗതി പീഡന കേസിൽ പ്രതിയാണെന്ന്. ഇതറിഞ്ഞ VS താൻ ജഗതിയെ പൊന്നാട അണിയിക്കില്ല എന്ന് തറപ്പിച്ചു പറയുന്നു. ജഗതി ശ്രീകുമാർ അപമാനിതനായി പൊന്നാട ഇല്ലാതെ വേദി വിട്ടു പോകേണ്ടി വന്നു. അന്നത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നല്ലോ. ജഗതി ഒരു കഴിവ് കുറഞ്ഞ നടനായതുകൊണ്ടല്ല അന്ന് VS അതിന് തയ്യാറാകാതിരുന്നതെന്ന് ഓർക്കണം. സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ സിനിമയുമായി ബന്ധപ്പെട്ട 4 പ്രസ്ഥാനങ്ങളാണ് ഉള്ളത്. KSFDC, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ചലച്ചിത്ര അക്കാദമി, സിനിമ ക്ഷേമനിധി ബോർഡ്, കോട്ടയത്തുള്ള KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. KSFDCയുടെ കീഴിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയും കേരളം മുഴുവൻ കൈരളി തിയേറ്റർ കോംപ്ലക്സുകളുമുണ്ട്. അതിന്റെ ചെയർമാൻ ക്യാമറമാൻ ഷാജി N കരുണായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷമാണ് ഇപ്പോൾ K മധു എന്ന സംവിധായകൻ ചെയർമാനായി ചാർജ് എടുത്തിരിക്കുന്നത്. പിന്നീടുള്ളത് ചലച്ചിത്ര അക്കാദമി. അതിന്റെ ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്ത് പീഡനക്കേസിൽ പെട്ടപ്പോൾ രാജിവെക്കുകയും പകരം നടൻ പ്രേംകുമാറിനെ ചെയർമാനായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ പ്രേംകുമാർ ആശാ വർക്കർമാർക്ക് വേണ്ടി അനുകൂലമായി സംസാരിച്ചതും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താലും അദ്ദേഹത്തിന് യാതൊരു മുന്നറിയിപ്പും നൽകാതെ തൽസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത്. പകരം ആ സ്ഥാനത്തേക്ക് റസൂൽ പൂക്കുട്ടിയെ ഇപ്പോൾ നിയമിച്ചു. പ്രേംകുമാറിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ പരാതികളൊന്നുമില്ലാതെ ഫെസ്റ്റിവൽ നടത്തി എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അക്കാദമിയെ മുന്നോട്ട് നയിച്ച ആൾ കൂടിയായിരുന്നു പ്രേംകുമാർ. അങ്ങനെയുള്ള ഒരാളെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നീക്കം ചെയ്തത്. അടുത്തത് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതും സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ തന്നെ ഉള്ളതാണ്. എന്നാൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു ബോർഡാണ് ചലച്ചിത്ര ക്ഷേമനിധി ബോർഡ്. 4000-ന് മേൽ കലാകാരന്മാർക്ക് മാസം 4000 രൂപ വെച്ച് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. ഇതിന്റെ ചെയർമാനായി LDF സർക്കാരിന്റെ ആദ്യ 5 വർഷം ഇരുന്നത് നടനും സംവിധായകനുമായ P ശ്രീകുമാർ ആയിരുന്നു. അവിടെ നിന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ശ്രീകുമാർ ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിരുന്ന സമയം. 1500 രൂപയിൽ കിടന്നിരുന്ന പെൻഷൻ ഘട്ടം ഘട്ടമായി ഇന്നത്തെ 4000 രൂപയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും കഴിവും കൊണ്ട് മാത്രമാണ്. പെൻഷൻ തുക കൃത്യമായി അതാത് മാസങ്ങളിൽ 1-ാം തീയതിക്ക് ഒരു ദിവസം മുൻപ് പെൻഷൻ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ കൃത്യമായി എത്തിയിരുന്നു. അദ്ദേഹം ചെയർമാൻ ആയിരുന്ന സമയത്ത് ഈ 5 വർഷത്തിൽ ഒരിക്കൽ പോലും പെൻഷന് മുടക്കം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എനിക്കും ലഭിക്കുന്നുണ്ട് 4000 രൂപ പെൻഷൻ. ഇതിനുള്ള തുക കണ്ടെത്തുന്നത് ഗവൺമെന്റ് ഖജനാവിൽ നിന്നല്ല, സിനിമ കാണുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ടിക്കറ്റിനോടൊപ്പം ഈടാക്കുന്ന ഒരു തുകയാണ് ഇതിലേക്ക് വന്നു ചേരുന്നത്. കോവിഡ് കാലത്ത് പോലും ഈ പെൻഷൻ ഒരിക്കൽ പോലും മുടങ്ങാൻ ശ്രീകുമാർ അനുവദിച്ചിട്ടില്ല. ഇതുകൂടാതെ അസുഖം വന്നാലും മരണം വന്നാലും ആ കുടുംബങ്ങൾക്ക്, അതിലെ അംഗങ്ങൾക്ക് വലിയ രീതിയിൽ ശ്രീകുമാർ സഹായങ്ങൾ ചെയ്തിരുന്നു. ഈ കാലയളവിൽ സാംസ്കാരിക മന്ത്രിയായിരുന്നത് AK ബാലനായിരുന്നു. എന്നാൽ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയായപ്പോൾ ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമിച്ചത് നടൻ മധുപാലിനെയാണ്. ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറി മധുപാലിന്റെ കീഴിലുള്ള ക്ഷേമനിധി ബോർഡ്. പെൻഷന് മുടക്കങ്ങൾ സംഭവിച്ചു, വല്ലപ്പോഴുമൊക്കെ കിട്ടിയാലായി. പെൻഷൻ കിട്ടുന്ന ദിവസത്തിന് യാതൊരു സ്ഥിരതയുമില്ല, എപ്പോഴെങ്കിലും കിട്ടിയാലായി. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു 100 രൂപ പോലും പെൻഷൻ കൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല, അതിനൊട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ എങ്ങനെ നിർത്തലാക്കാമെന്ന് ഗവേഷണം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ശ്രീകുമാർ
പ്രേംകുമാർ ചെയർമാൻ ആയിരുന്നപ്പോൾ വാർഷിക മസ്റ്ററിംഗിന്റെ സമയമാകുമ്പോൾ എല്ലാവർക്കും മസ്റ്ററിംഗിനുള്ള മുന്നറിയിപ്പ് നൽകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അറിയിപ്പ് നൽകുന്നില്ല എന്ന് മാത്രമല്ല, മസ്റ്ററിംഗ് നടത്താൻ ഒരു ദിവസം വൈകിയാൽ ആ മാസത്തെ പെൻഷനും പഴയ കുടിശ്ശികയും അദ്ദേഹം കട്ട് ചെയ്യും. ഇപ്രകാരം നൂറുകണക്കിന് പാവപ്പെട്ട കലാകാരന്മാരുടെ പെൻഷനുകൾ അദ്ദേഹം വെട്ടിമാറ്റിയിട്ടുണ്ട്. പലരും ഇതിനെതിരെ കോടതിയെ സമീപിക്കാത്തത് കോടതി ചെലവ് താങ്ങാനാകാത്തത് കൊണ്ടാണ്. പണമടച്ച് പങ്കാളിത്ത പെൻഷൻ എടുത്ത ഞങ്ങളെ പോലുള്ള കലാകാരന്മാരുടെ പെൻഷൻ തടയാൻ, പെൻഷൻ തരില്ല എന്ന കാർക്കശ്യം കാട്ടാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? മധുപാല് ഒരു കാര്യം ഓർക്കണം, ഈ പണവും കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട കലാകാരന്മാരുണ്ട്. പാവപ്പെട്ട കലാകാരന്മാരുടെ കഞ്ഞിയിൽ പാറ്റ ഇട്ടുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ഈ തുക UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആ തുക ഉറപ്പായും നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സാംസ്കാരിക മന്ത്രിയുമില്ല, മന്ത്രിക്കൊട്ട് അതിനുള്ള സമയവുമില്ല. നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനത്തെ കൊണ്ടുപോയ പ്രേംകുമാറിനെ ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയപ്പോൾ ഒരു പ്രസ്ഥാനത്തെ അപ്പാടെ നശിപ്പിച്ച മധുപാലിന് സാംസ്കാരിക മന്ത്രിയുടെ വക ഒരു പുരസ്കാരം നൽകിയാൽ നന്നായിരിക്കും. എനിക്ക് മധുപാലിനോട് വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ ഒന്നും തന്നെയില്ല. ഞങ്ങൾ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഇടപഴകാറുള്ളത്. ഈ അവസാന വേളയിലെങ്കിലും മധുപാൽ തെറ്റുകൾ തിരുത്തട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെയാണ് നമ്മുടെ ദേവനന്ദയുടെ വാക്കുകൾക്ക് പ്രസക്തി. സാംസ്കാരിക മന്ത്രി കണ്ണടച്ചിരിട്ടാക്കരുത്. ചുറ്റുപാടും കൺമുൻപിൽ കാണുന്നതൊക്കെ കണ്ണ് തുറന്നൊന്ന് കാണണമെന്ന് ഞാൻ പറയുന്നു. കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം പോരാ, കാത് തുറന്ന് കേൾക്കുകയും വേണം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.